നമസ്കാരം. റാഫ് ടോക്കിൻ്റെ EPL ടോക്കിലേക്ക് അവർക്കും സ്വാഗതം. സാവിഞ്ഞോ മാഞ്ചസ്റ്റർ സിറ്റി വിട്ട് ടോട്ടനാം ഹോട്ട്സ്പറിലേക്ക് പോകുന്നു. അദ്ദേഹത്തിന് പകരം പാൽബറാസിൽ നിന്ന് അല്ലനെ കൊണ്ടുവരാൻ മാഞ്ചസ്റ്റർ സിറ്റി ശ്രമിക്കുന്നു. അതിനുള്ള നീക്കങ്ങൾ തകൃതിയായിട്ട് നടക്കുന്നു എന്ന് ഇന്നലെ ഫബ്രീസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്തിരുന്നല്ലോ. അതിനെ പലരും റിപ്പോർട്ട് ചെയ്യുമ്പോൾ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. മറ്റൊരു ബ്രസീലിയൻ താരം കൂടി പ്രീമിയർ ലീഗിലേക്ക് കളിക്കാനെത്തുന്നു എന്ന്. മറ്റൊരു ബ്രസീലിയൻ താരം എന്ന് പറയുമ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത്? പ്രീമിയർ ലീഗിൽ നിറയെ ബ്രസീലിയൻ താരങ്ങൾ. ഒരു കാലത്ത് പ്രീമിയർ ലീഗിൽ ഒരു മരുന്നിന് പോലും ഒരു തരി പോലും ബ്രസീലുകാരില്ലാത്ത കാലം ഉണ്ടായിരുന്നു. വളരെ കുറഞ്ഞ ബ്രസീലിയൻ താരങ്ങൾ മാത്രം കളിച്ചിരുന്ന കാലം എനിക്ക് ഓർമ്മയുണ്ട്. മിഡിൽസ്ബ്രോയിൽ നമ്മുടെ ജുനിഞ്ഞോ പൗലിസ്റ്റ കളിച്ചിരുന്ന കാലം. മറ്റധികം താരങ്ങളും നമ്മൾ കാണുന്നില്ല. പിന്നെ ബ്രസീലുകാർ വരുന്നത് ഗിൽബർട്ടോ സിൽവ വന്നത്, ക്ലബേഴ്സ് ആൻഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് വന്നത്. പക്ഷെ വളരെ കുറഞ്ഞ കാലം അദ്ദേഹം കളിച്ചുള്ളൂ. അങ്ങനെ വിരലിലെണ്ണാവുന്നവരെ മാത്രം കണ്ടിരുന്ന ഒരു കാലഘട്ടമുണ്ട്. എഡു ആഴ്സണലിൽ കളിച്ചത്, പിന്നെ ആൻഡേഴ്സൺ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കളിച്ച് ഇങ്ങനെ പതിയെ ഇങ്ങനെ കൂടി വരികയായിരുന്നു. ഇപ്പോഴോ ക്ലബ്ബുകൾ എടുത്താൽ പല ക്ലബ്ബുകളുടെയും സുപ്രധാന താരങ്ങൾ ബ്രസീലുകാർ. ഈ സീസണിൽ ബ്രസീലിൽ നിന്നുള്ള എത്ര താരങ്ങൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കളിക്കുന്നുണ്ട് നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. 32 താരങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് ഇപ്പോഴുണ്ട്. ഇതിനിയും വർദ്ധിച്ചേക്കാം, കാരണം ട്രാൻസ്ഫർ ജാലകം ഓപ്പണാണ്. അതുകൊണ്ട് ഈ കണക്കിൽ ഇനിയും മാറ്റങ്ങൾ വന്നേക്കും. നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ആഴ്സണലിൽ ഇപ്പോൾ ഗബ്രിയൽ മെഗല്ലസ് സുപ്രധാന ഡിഫൻഡറാണല്ലോ. ഗബ്രിയൽ മാർട്ടിനലിയും ഗബ്രിയൽ ഹീസസും അവരവിടം വിടാനുള്ള സാധ്യതയുണ്ട്, അത് തള്ളിക്കളയുന്നില്ല. ദെൻ ഏറെ മോഹിച്ച് ആറ്റിട്ട് കൊണ്ടുവന്ന ഒരാളിപ്പോൾ അവിടെ ഉണ്ട്, ബ്രൂണോ ഗുയിമേറസ്. 4 പേര് അവിടെ ഉണ്ട്. വിനി ജൂനിയർ കൊണ്ടുവരാൻ നോക്കി, നടന്നില്ല. ഇനി നോട്ടിംഗ്ഹാം ഫോറസ്റ്റിലേക്ക് പോയാലോ, അവിടെ മുറിയില്ലോ ഉണ്ട്, അതുപോലെ ജയർ കുഞ്ഞയുണ്ട്, അതുപോലെ തന്നെ മൊറാറ്റോ ഉണ്ട്, ഇഗോർ ഹീസസ് ഉണ്ട്, ജോൺ വിക്ടർ ഉണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് മാറ്റിയസ് കുഞ്ഞയും ആൻഡ്രി സാൻഡോസും ഉണ്ട്. കാസമിറോ ഉണ്ടായിരുന്നു, പോയി. എഡേഴ്സൺ എത്തിക്കാൻ ശ്രമിച്ചു, പിന്നെ എന്തൊക്കെയോ ആയിട്ട് ഡീല് കൊളാപ്സായി. അപ്പോൾ മാറ്റിയസ് കുഞ്ഞയും ആൻഡ്രി സാൻഡോസും അവിടെയുണ്ട്. ഫുൾഹാമിൽ കെൽവിൻ സാൻഡോസും റോഡ്രിഗോ മുനീസും ഉണ്ട്. മാഞ്ചസ്റ്റർ സിറ്റിയിൽ സാവിഞ്ഞോയും വിക്ടർ റീസും ഉണ്ട്. ആ സാവിഞ്ഞോ അവിടുന്ന് പോവുകയാണ്. പോയാലും ടോട്ടനാം ഹോട്ട്സ്പറിലേക്കാണ് പോകുന്നത്. പ്രീമിയർ ലീഗിൽ തന്നെ കാണും. ടോട്ടനാമിൽ ഇപ്പോൾ ഓൾറെഡി റിച്ചാർലിസണും ജാവോ വിക്ടറും ഉണ്ടെന്ന കാര്യം ഓർക്കുക. ബ്രൻഫോർഡിൽ ഇഗോർ തിയാഗോയും ഗുസ്താവോ ന്യൂനസും ഉണ്ട്. ചെൽസിയിൽ എസ്റ്റവായോ വില്യനും ജാവോ പെഡ്രിയും സുപ്രധാന താരങ്ങളാണ്. ആസ്റ്റൺ വില്ലയിൽ ജാവോ ഗോമസും അതുപോലെ അലിസൺ എഡ്വാർഡും ഉണ്ട്. ബേൺമൗത്തിൽ ഇവാനിൽസണും റയാനുമുണ്ട്. ലിവർപൂളിൽ അലീസൺ ബെക്കറുണ്ട്. ന്യൂകാസിൽ യുണൈറ്റഡിൽ ജോയലിൻറ്റൺ. ബ്രൈറ്റണിൽ ഇഗോർ യൂലിയോ. ക്രിസ്റ്റൽ പാലസിൽ മാത്യസ് ഫ്രാൻസ. ഇപ്സിച്ച് ടൗണിൽ എമേഴ്സൺ കൊഴീറ. കവൻട്രിയിൽ ഗുസ്റ്റാവോ ഹാമർ. ലീഡ്സ് യുണൈറ്റഡിൽ ലൂക്കാസ് പേഴി. അപ്പോൾ നോക്കാം നിങ്ങൾ, 32 താരങ്ങൾ ഓൾറെഡി പ്രീമിയർ ലീഗ് ക്ലബ്ബുകളിലുണ്ട്. ബ്രസീലിൽ നിന്ന് ഇനിയും പ്രതിഭകളുടെ ഒഴുക്കാണ് ഇംഗ്ലീഷ് ഫുട്ബോളിലേക്കും മറ്റ് യൂറോപ്യൻ ലീഗുകളിലേക്കും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എഴുതാം.